Yes, Sudisha, good afternoon. Laya, good afternoon. Needu, Navneet, Abhi, Kavya, good afternoon. Binsi, good afternoon. Faru, good afternoon. Reshma, good afternoon. Needumal Ashuri, good afternoon. Shanu, good afternoon. Andrea Anchu, good afternoon. Anjali, good afternoon. Shakira, good afternoon. Okay, let us start. Look at me again. Okay, yes. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചെയ്തത്? ശരിയാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സംഭവം പറയുന്നില്ലേ നിങ്ങളെല്ലാവരും? സെൽഫ് ഇൻട്രൊഡക്ഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. ഓക്കെ. യെസ്, ഓക്കെ 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 യെസ്. അപ്പൊ വീടിൻ്റെ അകത്ത് കാവ്യൊരു കാര്യം പറഞ്ഞത് PSC ഇന്റർവ്യൂ ഇൻസിഡന്റ് പറയാനാണ് പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷെ ഞാൻ പറഞ്ഞു നിർത്തിയത് അതായിരിക്കും അല്ലേ? അത് മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേര്, അതിനെ കുറിച്ച് നിങ്ങൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പേരിനെ കുറിച്ച് യു മസ്റ്റ് ബി വെൽ സ്റ്റഡീഡ്. കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ആ പേരില് പ്രശസ്തരായ ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കും. ആ പേരിന് ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരു മീനിങ് ഉണ്ടെങ്കിൽ ആ മീനിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇപ്പൊ എന്റെ പേര് ജോബ് എന്നാണ്. ഈ ജോബ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജോലി എന്നുള്ളൊരു അർത്ഥമാണ്. പക്ഷെ വേറെ അർത്ഥം കൂടി ജോബിനുണ്ട്. എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. പേഷ്യൻസ് മീൻസ് ക്ഷമ. അപ്പൊ ഇനഫ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല ക്ഷമയുള്ള ആളുകളെ അർത്ഥം കൂടിയുണ്ട്. കറക്റ്റ് ആണോ? ഐ ആം ദ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. നല്ല ക്ഷമയുള്ള മനുഷ്യനാണ്. ഇപ്പൊ ജോസഫ്, ദ മാൻ എബൌട്ട് ടെംപ്റ്റേഷൻ. അങ്ങനെ ചില വാക്കുകൾക്കൊക്കെ അർത്ഥങ്ങൾ ഇടാം. ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്. അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. രണ്ടാമത്തെ, അത് ഞാൻ പോയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യെസ്, അപ്പൊ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ അവർക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. അവർക്ക് അവരെ ആരംഭിക്കുന്നത് നിങ്ങളുടെ പേരിൽ നിന്നായിരിക്കും. യെസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരിനെ കുറിച്ച് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ അറിയേണ്ട, അടുത്തൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വരുന്ന സ്ഥലം പറയും. ആ നാട്ടില് പ്രശസ്തരായ
ആളുകളുണ്ടെങ്കിൽ, അത് കലാരംഗത്തോ സാഹിത്യ രംഗത്തോ അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിൽ പ്രശസ്തരായ ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കും. കാരണം ചോദ്യം അവിടെ നിന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാം, അവിടെ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അടുത്തൊരു കാര്യം. യെസ്, ഇത് ഞാൻ പറയുന്നത്, ഇത് ഞാനിങ്ങനെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കും. അപ്പൊ ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോ ഞാൻ അങ്ങോട്ട് കയറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. ജില്ലാ PSC ഓഫീസറും PSC മെമ്പറും ഉണ്ടായിരുന്നു. അപ്പൊ അവര് സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, യുവർ നെയിം ഇസ് ജോബ്. ഞാൻ പറഞ്ഞു, യെസ് സർ, മൈ നെയിം ഇസ് ജോബ്. 12 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഹു ഈസ് ജോബ്? ഇതായിരുന്നു എന്നോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഇപ്പോ വർഷ പോവുകയാണ് ഇന്റർവ്യൂവിന്. വർഷ ഇന്റർവ്യൂ ചെയ്ത് വർഷ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി ഫസ്റ്റ് ചോദ്യം ചോദിച്ചാൽ ഹു ഈസ് വർഷ? ആരാണ് വർഷ എന്ന് പറഞ്ഞു. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി പറയും. യെസ്, എന്നോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യമാണ് ഹു ഈസ് ജോബ്. ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ചതായി. അപ്പോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോബ് എന്ന പേരില് ഒരു സെയിന്റിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു, ജോബ്. അപ്പൊ ഞാൻ അത് തന്നെ പറഞ്ഞു, ജോബ് ഈസ് എ സെയിന്റ് മെൻഷൻഡ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജോബ് എന്ന് പറഞ്ഞു. കഥാപാത്രമല്ല, സെയിന്റ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പുള്ളി ചോദിച്ചു, വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ്? ഈ ജോബിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, പറയാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതും എനിക്ക് കൃത്യമായിട്ട് പറയാം, കൃത്യമായിട്ട് ഏറെക്കുറെ ഞാനത് പറഞ്ഞു. യെസ്, അത് നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അതിന്റെ കഥ അറിയാൻ പറ്റും. ഈ ദൈവവും മനുഷ്യനും തമ്മിൽ, ദൈവവും ചെകുത്താനും തമ്മിലൊരു ബെറ്റ് വെക്കാം. കുറച്ചു പേർക്ക് അറിയാം, ജസ്റ്റ് ഒരു വരി പറയാം, ബെറ്റ് വെക്കാം. ആ ബെറ്റ് വെച്ച് കഴിയുമ്പോ അപ്പൊ ആ ബെറ്റ് ഇതാണ്, ജോബ് എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് ദൈവമില്ല എന്ന് ഞാൻ പറയിപ്പിക്കാം എന്നാണ് ഒരു മുന്നിലുള്ള ബെറ്റ്. അപ്പൊ ഓക്കെ പറഞ്ഞു. അപ്പൊ ഒരു കണ്ടീഷൻ ദൈവം കൊണ്ട് മുന്നോട്ട് വെക്കുകയാണ്, അവന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല, അങ്ങനെ ആയിരിക്കണം കണ്ടീഷൻ. ഓക്കെ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം വലിയ ധനികനായിരുന്നു, ധാരാളം നെൽപ്പാടങ്ങളും കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാം ചെത്തുപോകുന്നു, ഭാര്യ പിണങ്ങി പോകുന്നു, മക്കൾ മരിക്കുന്നു, അങ്ങനെ ഒരുപാട് ട്രാജഡികളും പുള്ളി ജീവിതത്തിൽ സംഭവിക്കുക. സംഭവിച്ചു കഴിയുമ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു, ദൈവമില്ല എന്നൊരു വാക്ക് മാത്രം പറയുന്നു. യെസ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് കുറെ വർഷങ്ങൾ വേണ്ടി വന്നു. ദൈവം ഈ സാത്താനോട് ചോദിക്കുന്നു, അപ്പൊ നീ പരാജയം സമ്മതിച്ചോ നീ ചോദിക്കുന്നു. അപ്പൊ പിന്നെ സാത്താൻ പറയുന്നു, ഞാൻ പരാജയം സമ്മതിച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ തൊടാൻ അനുവാദം തന്നു കഴിഞ്ഞാല് ഞാൻ അവനെ കൊണ്ട് ദൈവമില്ല എന്ന് പറയിപ്പിക്കാന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ഒരു പെർമിഷൻ കൊടുക്കുന്നു. ഓക്കെ, നീ നിനക്ക് അവരുടെ ശരീരത്തിൽ തൊടാം എന്ന് പറയും. അങ്ങനെ ഈ ജോബ് എന്ന് പറഞ്ഞ മനുഷ്യന് കുഷ്ഠരോഗം വരെ, കുഷ്ഠരോഗം വന്ന് സമൂഹത്തിൽ നിന്നൊക്കെ അകന്ന് ഒറ്റപ്പെട്ട് പുള്ളി താമസിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ രോഗം വരുമ്പോഴും പുള്ളി എന്ത് ചെയ്യുന്നില്ല, ദൈവമില്ല എന്ന് പറയുന്നില്ല. കാരണം പുള്ളി പറയുന്നത് വാചകം ഇതാണ്, എല്ലാം തന്നത് ദൈവമാണ്, എല്ലാം തിരിച്ചെടുത്തത് ദൈവമാണ്. ഇതാണ് പുള്ളിയുടെ എപ്പോഴുള്ള ഡയലോഗ്. യെസ്, ഇത് ഈ ഇദ്ദേഹത്തിന്റെ ഡയലോഗായിട്ട് പല സ്ഥലത്തും പല ആളുകൾ പ്രസംഗിക്കുമ്പോൾ തന്നതെല്ലാം ദൈവമാണ്, തിരിച്ചെടുത്തത് ദൈവമാണ്, അത് കൊണ്ടുപോട്ടെ, നോ പ്രോബ്ലം. ഇതാണ് പുള്ളിയുടെ കൺസെപ്റ്റ്. അപ്പൊ ഇതാണ് പുള്ളിയോട് ചോദിച്ചത്, എന്താണ് പുള്ളിയുടെ കൊട്ടേഷൻ അതാണ്, വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മേലത് പറഞ്ഞു, ഇതാണ് പറഞ്ഞത്. യെസ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ തൊട്ടടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, യു ആസ്ക് ക്വസ്റ്റ്യൻ. അവരാണ് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും അന്നത്തെ പത്രം വായിച്ചിരിക്കണം. നമ്മൾ ആരും ചെയ്യില്ല, അത് മസ്റ്റാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പത്രം നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഹെഡിങ് എങ്കിലും നമ്മൾ നോക്കാൻ. കാരണം എന്നോട്, ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നോട് ഈ ചോദ്യം അവർ ചോദിച്ചു, ഇന്നത്തെ പത്രത്തിൽ പ്രധാന വാർത്തയുണ്ട്, എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജലവൈദ്യുത പദ്ധതി വരാൻ പോകുന്നുണ്ട്, ജപ്പാന്റെ സഹായത്തോടു കൂടിയിട്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള
എതിരഭിപ്രായങ്ങളും അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്ന അതുമായി ബന്ധപ്പെട്ട വാർത്ത അന്ന് പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഹെഡിങ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഹെഡിങ് പറഞ്ഞു, ഇതാണ് സംഭവം. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവർ ചോദിച്ചു അതിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോ അതിനെ കുറിച്ച് എനിക്കറിയാവുന്ന പോലെ ഞാനത് പ്രസന്റ് ചെയ്തു. ജപ്പാന്റെ പദ്ധതിയാണ്, നാട്ടുകാർക്ക് എതിർപ്പുണ്ട്, അതിരപ്പുഴി എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം ഇല്ലാണ്ടാകുന്നത് പറയുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. യെസ്, പോയിക്കൊള്ളാൻ പറഞ്ഞു, പോന്നു. പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യമുള്ള കുറച്ച് പേരിൽ ഞാനുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളും റെഡിയാക്കില്ല. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹൗ ടു ഫേസ് ഇന്റർവ്യൂ. അപ്പൊ അതിന്റെ അകത്ത് ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുകയാണ്. ആ ബാങ്കിന്റെ ഇന്റർവ്യൂ നടന്നപ്പോൾ ബാങ്കിന്റെ ചെയർമാൻ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളോട് പറഞ്ഞു, ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ്, കഴിയാവുന്നത്ര സ്ത്രീകൾ ഒഴിവാക്കിയിരുന്നു. അതിനാൽ ചെയർമാൻ പറഞ്ഞ മറുപടി ഇതാണ്, നമുക്ക് ഇന്ത്യയിൽ എവിടെയും പോസ്റ്റ് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആൺകുട്ടികളാകുമ്പോൾ ഇന്ന് ഗുജറാത്തിലാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ മഹാരാഷ്ട്ര പിടിച്ചിട്ട് അവർ പോകും, പെൺകുട്ടികളാകുമ്പോൾ പോകില്ല. യെസ്, അപ്പൊ അവരെന്ത് ചെയ്യും, ജോലി രാജിവെക്കും. അങ്ങനെ ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റിക്രൂട്ട്മെന്റ് വരുന്നവരെ ഈ വേക്കൻസി അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആസ് ഫാർ ആസ് പോസിബിൾ ഇത് ഇപ്പോഴത്തെ കേസിലുണ്ട്, പഴയ സംഭവം ഞാൻ പറഞ്ഞത് ട്രൈ ടു അവോയ്ഡ് ലേഡീസ്. അത് കഴിഞ്ഞിട്ട് അതേ സാറ് തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇന്ത്യയിൽ പെൺകുട്ടി, മഹാരാഷ്ട്രയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോ ആ പെൺകുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട്, ഇന്റർവ്യൂവിലെ പെർഫോമൻസ് കണ്ടിട്ട് ഈ ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ് പറഞ്ഞ അതേ സാറ് തന്നെ പറഞ്ഞു, സെലക്ട് ഹർ. യെസ്, അപ്പൊ നമ്മുടെ പെർഫോമൻസ് അടിപൊളിയാണ് ആണെങ്കിൽ വി വിൽ ബി സെലക്ടഡ്. നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തിലാണെന്ന് അറിയാൻ പറ്റില്ല. ഒരു ബാങ്കിന്റെ കാഷ്യറിന്റെ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്കാണ്. അപ്പൊ അന്ന് ഈ സാർ കൂടെ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു, ഒരു കാൻഡിഡേറ്റ് വന്നു. ആ കാൻഡിഡേറ്റ് ആക്ച്വലി വന്നത് മുണ്ടെടുത്തിട്ടാണ് വന്നത്. അപ്പൊ അദ്ദേഹം അനുഭവം പറയും, മുണ്ടെടുത്തിട്ടാണ് വന്നത്. അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട്, സാധാരണ എല്ലാവരും ആ ജോലിക്ക് അനുയോജ്യമായ ഡ്രസ് കോഡിലാണ് വരുന്നത്. ഈ കാൻഡിഡേറ്റ് മുണ്ടെടുത്താ വന്നത്. സർട്ടിഫിക്കറ്റ് ഒക്കെ പരിശോധിച്ചത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യം ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും പുള്ളി മറുപടി പറഞ്ഞില്ല. ചോദ്യങ്ങൾക്കൊന്നും പുള്ളിയുടെ കയ്യിൽ മറുപടി ഉണ്ടായില്ല. പക്ഷെ എവിടെ നിന്നോ ഒരു ചോദ്യം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അതിന് വളരെ കൃത്യമായ മറുപടി ആ കാൻഡിഡേറ്റ് പറഞ്ഞു. അപ്പൊ അതിന് കൃത്യമായ മറുപടി പറഞ്ഞ കേട്ട് കഴിയുമ്പോൾ വീണ്ടും കൃഷിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ അയാൾ കാൻഡിഡേറ്റ്. അപ്പൊ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു, കറക്റ്റായ ഒരു മറുപടി ഉണ്ടായിരുന്നു. കറക്റ്റ് സിസ്റ്റമാറ്റിക്കായ മറുപടിയാണ്. അപ്പോ ശരിക്കും ഇദ്ദേഹം ഒരു കർഷകന്റെ മകനായിരുന്നു, ഈ കാൻഡിഡേറ്റ്. പുള്ളിക്ക് ആ ഫീൽഡിൽ പുള്ളി എക്സ്പെർട്ടാണ്. അപ്പൊ ഇവരാലോചിച്ചു, ബാങ്കിന്റെ ജോലിക്ക് ഇദ്ദേഹം പറ്റില്ല. പക്ഷെ ഇതേ ബാങ്കിന് തന്നെ അഗ്രികൾച്ചർ വിങ് എന്ന് പറയുന്ന വേറൊരു വിങ് ഉണ്ട്. അവിടെ ഇദ്ദേഹത്തെ പിടിച്ചിട്ടാൽ ഇദ്ദേഹത്തോട് ശോഭിക്കുകയും ചെയ്യും, അത് ഗുണകരമാവുകയും ചെയ്യും. അപ്പൊ അവരത് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് ഈ അഗ്രികൾച്ചർ വിങ്ങിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കാൻഡിഡേറ്റ് ഞാൻ റെഡി ചെയ്യാൻ നോക്കിയത്. അപ്പോ ഈ പയ്യന് ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നന്നായിട്ട് അറിയാവുന്നത് എന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. യാദൃച്ഛികമായിട്ട് ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പോ ഷഹാന പോകുന്നു, ഷഹാന അവിടെ ഇരിക്കുന്നു. ഷഹാനക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്ത വിഷയം. അപ്പൊ ഷഹാനയോട് സ്പോർട്സിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഷഹാന പറയുന്നു, ഐ ഡോണ്ട് നോ സർ എന്ന് പറയുന്നു. അപ്പോ വീണ്ടും രണ്ടാമത് ചോദിക്കുന്നു, അത് സ്പോർട്സിനെ കുറിച്ചാണ്. അപ്പോഴും ഷഹാന പറയുന്നു, ഐ ഡോണ്ട് നോ സർ എന്ന് പറയുന്നു. ഈ രണ്ട് ഐ ഡോണ്ട് നോ വരുമ്പോൾ തന്നെ ഷഹാനയുടെ മെന്റൽ പവർ അതിന് താഴേക്ക് വരും, ഡെസ്പർ, ടെൻഷൻ വരും. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല.
നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു പക്ഷേ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല വിവരമുള്ള അധ്യാപകനും അല്ലെങ്കിൽ ടീച്ചർമാരായിരിക്കും. പക്ഷെ അത് പറഞ്ഞു തരാനുള്ള ഒരു കഴിവുകൾ അവർക്കുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താണോ മനസ്സിലുള്ളത് അത് മറ്റുള്ളവർക്ക് കറക്റ്റ് മനസ്സിലാവുന്ന സൈസ് കൺവേ ചെയ്യാൻ കൂടി പറ്റട്ടെ. യെസ്, ആ ഒരു ടെൻഷൻ വരുമ്പോൾ സംഗതി കിട്ടും. അത് എല്ലാവർക്കും ഉള്ളതാണ്. യെസ്, അപ്പൊ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ രണ്ടാമത്തെ ഐഡോൾ എന്ന് പറയുമ്പോൾ ഷഹാന അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടി ആഡ് ചെയ്യുന്നത്. എന്താണ് ആഡ് ചെയ്യുന്നത്? ഐ ആം നോട്ട്. രണ്ടാമത്തെ ഐഡോൾ ഷഹാന പറയട്ടെ. ആദ്യത്തെ ഐഡോൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ഐഡോൾ, സർ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ എന്ന് പറഞ്ഞിട്ട് ആ ഫീൽഡ് പറയണം. എന്റെ ഇൻട്രസ്റ്റ് ഇന്ന ഫീൽഡാണ്. അങ്ങനെ ഷഹാന പറയുമ്പോൾ ആ പറയുന്ന ഫീൽഡിനെ കുറിച്ച് ഒരു ആവറേജ് വിവരം ഷഹാനക്ക് ഉണ്ടാവണം. അല്ലാതെ മൈ ഇൻട്രസ്റ്റ് ഈസ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പറയുകയും അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറഞ്ഞത്, ഒരെണ്ണത്തിൽ നിങ്ങൾ എക്സ്പെർട്ടാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കണം. എല്ലാം അറിഞ്ഞിരിക്കണം, ഒരെണ്ണത്തിൽ എക്സ്പെർട്ടാണ്. ആ ഒരെണ്ണം ഏതാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ടാലന്റും നിങ്ങളുടെ കഴിവും വെച്ച് നിങ്ങളെ തന്നെ ഒന്ന് അളന്നു നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്പെർട്ടാണ്. ഞാനിത് ഒന്നുകൂടി കേട്ടി പറയാണ്. ഇത് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക. അമ്മ എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് എവിടെയാണ് ഒരു ടാലന്റ്. അത് ഇപ്പോഴേ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് എക്സ്പെർട്ട് ആയിക്കോട്ടെ. യെസ്, അപ്പോ ഞങ്ങൾ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു വാർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വന്ന് ചിലപ്പോൾ ഞങ്ങൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ കളിക്കാനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ കുറച്ചുപേര് ഫുട്ബോൾ കളിക്കും, കുറച്ചുപേര് വോളിബോൾ, കുറച്ചുപേര് അങ്ങനെയൊക്കെ പല പല കളിക്കും, ബാസ്കറ്റ് ബോൾ കളിക്കും. അപ്പൊ ഈ ബാസ്കറ്റ് ബോളിന്റെ ആള് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ കളിക്ക് ആയിട്ട് വെക്കൂല. ചില ആളുകൾ അവര് വേഗം കുളിയും കഴിഞ്ഞ് നേരെ വന്നിരുന്ന് പഠിക്കാനാണ്. അപ്പോ വൈകുന്നേരം ഈ വാർഡിൽ ഞങ്ങളോട് പറയും, നിങ്ങൾ എല്ലാ കളികളും അറിഞ്ഞിരിക്കും, ഒരെണ്ണത്തിൽ എക്സ്പെർട്ട് ആയിരിക്കും. ഒരെണ്ണത്തിൽ എക്സ്പെർട്ട്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ജീവിതത്തിൽ. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ഞാനും അത് തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡ്, അത് നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾ തന്നെ കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ്. യെസ്, അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യും? എക്സ്പെർട്ട് ആവാം. ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഏതെങ്കിലും ഒരു സംഗതിയിൽ അത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു മറുപടി ഉണ്ടാവും. എനിക്ക് പറയാൻ പറ്റും, ഞാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന മെമ്പർമാരെ, ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുത്താനായിട്ട് സാധിക്കും. യെസ്, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാനൊരു എയർഫോഴ്സിന് പോയപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം സൂചിപ്പിച്ചിട്ടില്ലേ? പറഞ്ഞോണ്ട പറഞ്ഞിട്ടുണ്ടല്ലേ? യെസ്, ഒന്നുകൂടെ പറയണമെന്ന്. യെസ്, ഉണ്ട് കാലം പറഞ്ഞാല്. യെസ്, ഓക്കെ. യെസ് യെസ്. അപ്പോ അങ്ങനെ വളരെ എന്താ പറയാ, വളരെ ഫ്രീ ആയിട്ടുള്ള മൈൻഡോടുകൂടി ആ ഭാഗത്തോട് കയറി എല്ലാവരോടും ഗുഡ് മോർണിംഗ് നോക്കി പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവർ ചോദിച്ച ചോദ്യത്തിന് വളരെ പ്ലസന്റ് ആയ മറുപടി പറയുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളാണ് ഒരു സ്ഥാപനം നടത്തുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ, യു ആർ ദ ഓണർ, നോട്ട് ആൻ എംപ്ലോയി, യു ആർ ദ എംപ്ലോയർ. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ മോശമാണ് വെക്കുക. ഇത് തന്നെയല്ലേ അവർ ചിന്തിക്കുന്നത്. നിങ്ങളാണ് സ്ഥാപനത്തിന്റെ ഓണറെങ്കിൽ നിങ്ങൾ വെക്കൂ. നിങ്ങളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നടത്തിപ്പുകാരിയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് ഒരു ടീച്ചറെ വെക്കുമ്പോൾ നിങ്ങൾ എത്രയോ കാര്യങ്ങൾ നോക്കും അല്ലെ? അത് കഴിഞ്ഞിട്ടല്ലേ ആളെ വെക്കുള്ളൂ. ഇത് തന്നെയാണ് അവർ നോക്കുന്നത്. അവര് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ആരാണ് ബെസ്റ്റ് എന്ന് പറയുന്ന സംഗതി നോക്കും. ഈ എയർഫോഴ്സിൽ ഇന്റർവ്യൂ നടന്നപ്പോഴേ ഉണ്ടായത് വേറെ അനുഭവം പറയാം. അന്ന്
നേരിട്ട് ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ജോലിക്ക് ആളുകൾ പോയിരുന്നു മുമ്പ്. അപ്പൊ ചിലപ്പോ ആദ്യത്തെ ദിവസം 150 പേരുണ്ടാവും. 13 ദിവസം 14 ദിവസം അവിടെ താമസിക്കണം കേട്ടോ. അല്ലാതെ ചെന്നിട്ട് അന്നത് പറയാൻ പറ്റില്ല. ആ 14 ദിവസം 15 ദിവസം അവിടെ താമസിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഫ്രീ ടൈം ഉണ്ടാവും, പരീക്ഷ ഉണ്ടാവും, ഫിസിക്കൽ, ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 14 ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇനി അപ്പൊ മാത്രമല്ല, ഈ 14 ദിവസം ചെല്ലുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു ബോണ്ട് പേപ്പറിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ കൊണ്ട് ഒരു ഒപ്പിട്ട ഒരു സത്യവാങ്മൂലം അഫിഡവിറ്റ് കൊടുക്കും. അഫിഡവിറ്റ് ഇതാണ്: ഈ 14 ദിവസത്തെ പരിശീലനത്തിന്റെ ഉള്ളിൽ എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു പരാതിയുമില്ല, ഒരു അവകാശവാദവുമായിട്ട് ഞാൻ വരികയില്ല എന്ന് പറയുന്ന ഒരു അഫിഡവിറ്റ് ഈ മാതാപിതാക്കന്മാർ ഒപ്പിട്ടത് കൊടുക്കണം. എന്നാലും അവരവിടെ നിർത്തുള്ളൂ. യെസ്, അല്ലാതെ അവർ നിർത്തുന്നില്ല. ഓക്കെ. അപ്പൊ ഈ 14 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ആദ്യത്തെ ദിവസം 150 പേരുണ്ടാവും. അപ്പൊ അന്നത്തെ ഒരു പരീക്ഷയാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റ് കഴിയുമ്പോൾ അദ്ദേഹം കുറച്ച് പേര് പറഞ്ഞു വിടും. അപ്പൊ തന്നെ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചുള്ള വണ്ടിക്കൂലിയും ടീ ഒക്കെ ഉണ്ട് കൊടുത്ത് മടക്കിവിടും. അപ്പൊ രണ്ടാമത്തെ ദിവസം വരുമ്പോൾ 150 പേര്, അപ്പൊ 125 പേരുണ്ടാവും. അന്നത്തെ വൈകുന്നേരത്തെ ഇതൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്ന് അവര് നമ്മളിപ്പോ പറയില്ലേ എലിമിനേറ്റ് ചെയ്യാൻ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് അവര് അത്ര പിറ്റേ ദിവസം എലിമിനേറ്റ് ചെയ്യും. യെസ്, ഇതിന്റെ ഇടയ്ക്ക് പരീക്ഷകള്, ഫിസിക്കലി ഇതൊക്കെ ഇങ്ങനെ നടന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. യെസ്. അപ്പൊ ഈ 150 പേരിൽ തുടങ്ങിയത് ലാസ്റ്റ് ചിലപ്പോൾ അവസാനിക്കുമ്പോൾ ഒരാളാണ്. ആ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. ബെസ്റ്റ് ആയിരിക്കും, ആപ്റ്റ് പേഴ്സൺ അവർ കണ്ടെത്തും. കറക്റ്റ് ആപ്റ്റ് പേഴ്സൺ. നമ്മൾ ഈ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ നോക്കി അവരുടെയൊക്കെ ആ ബോഡി ലാംഗ്വേജും ആ പ്രസൻസും ആ അവതരണ രീതിയും ആ ഈവൻ ആ വാക്കിംഗ് നടത്തും, ഇതൊക്കെ നോക്കി ഒക്കെ ഒരു ഡിഗ്നിഫൈഡ് അല്ലേ. കാരണം ഇത്രയും ആളുകളിൽ നിന്ന് അവര് കണ്ടെത്തുന്നത് ഏറ്റവും ബെസ്റ്റായ ആളുകളെ. യെസ്, അന്ന് ഇതേപോലെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. പക്ഷെ അന്ന് മറ്റേ കുറ്റമറ്റ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ്. നമ്മൾ ഏതൊരാളെ ആളെ കഴിവുള്ളവരാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്റർവ്യൂ ദാറ്റ് ഈസ് എ മസ്റ്റ്, അതൊരു ഇന്നെവിറ്റബിൾ ഫാക്ടറാണ്. യെസ്, നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ബോധ്യം വേണം. ഇവൻ അല്ലെങ്കിൽ ഇവൾ വന്നു, ഷീസ് ആപ്റ്റ് എന്ന് പറയുന്ന ഒരു ബോധ്യം വേണം. യെസ്. അപ്പോ നിങ്ങൾ എന്താ പറയാ, ഇത് ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ അത് ഫേസ് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി ഒരു ഇന്റർവ്യൂവിന് പോവുകയും, അപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അപ്പൊ അത് എന്റെ അടുത്ത് വന്നു, സ്ഥാപനത്തിൽ വന്നു, കുറച്ച് വർത്തമാനം പറഞ്ഞ്. അപ്പൊ ഞാൻ ഇന്റർവ്യൂടെ കേസ് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നതൊക്കെ അപ്പൊ അത് നേരത്തെ ഐഡോളൊക്കെ പറഞ്ഞു. പക്ഷെ പരിചയമുള്ള കൊച്ചല്ലേ, അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഇപ്പൊ അത് പറഞ്ഞു. നമ്മളത് പറഞ്ഞതിൽ 2 ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടാണ്. 2 ചോദ്യങ്ങൾ അത് ചോദിച്ചു. യെസ്. ഇപ്പോ എന്റെ ഒരു പരിചയത്തിലുള്ള സുഹൃത്ത്, ആ സുഹൃത്തിന്റെ മകൻ കാനറ ബാങ്കില് കാഷ്യറായി. വീണ്ടും പരീക്ഷ എഴുതിയിട്ട് മാനേജറായിട്ട് സെലക്ഷൻ കിട്ടി. അപ്പൊ അതിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പുള്ളി പോയത് വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ആളില്ല, വെങ്കിട്ടരാമൻ നിങ്ങളൊരു ടിവിയിലൊക്കെ കണ്ടു കാണാം. നമ്മൾ ഫോൺ ചെയ്തിട്ട് ഏതൊക്കെ കോഴ്സ് പഠിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ തത്സമയം മറുപടി പറയുന്ന ഒരാളില്ല, വെങ്കിട്ടരാമൻ. യെസ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്താണ് ഇന്റർവ്യൂവിന് പോയത്. വെറും 3 ദിവസത്തെ ഇന്റർവ്യൂവിന് പോയതിന്റെ വലിയ എക്സ്പെൻസാണ് വേണ്ടത്. ആ പയ്യനെ ജോലി കിട്ടിയിട്ടു. യെസ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ആ പയ്യന്റെ അച്ഛനോട് പറയുകയാണ്, അവിടെ താമസിച്ച് ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം പഠിക്കുന്ന ആൾക്കാർ. ഞാൻ താമസിക്കാൻ താല്പര്യമില്ല എന്നതിന്റെ പേരിൽ എനിക്ക് ഇത്ര റേറ്റിൽ എല്ലാ ദിവസവും ചെന്ന് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം പഠിക്കും.
How to face an interview. How to face an interview. Yes. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ പേര്, പേരിന്റെ മീനിങ്, ആ പേരിൽ പ്രശസ്തരായ വേറെ ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള അറിവ്, അന്നത്തെ ദിവസത്തെ ആ പത്രത്തിലെ ഹെഡിങ്, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അത് മസ്റ്റ് ആയിരിക്കും. അത് കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒരു വിഷയത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുക, ആ വിഷയത്തിലേക്ക് തന്നെ അവിടെ കൊണ്ടുവരികയും ചെയ്യുക. പിന്നെ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ചോദിക്കും. അപ്പോ നമ്മളൊരു വെയിറ്റിന് വേണ്ടി പറയും റീഡിങ് എന്ന് പറയും. ഒരു കാരണവശാലും അത് പറയാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരത്തിൽ നിന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത്. നമുക്ക് റീഡിങ് അല്ലാന്ന് വിചാരിച്ചു നമ്മുടെ ഹോബി എങ്കിലും നമ്മൾ പറയണം വാട്ട് ഈസ് യുവർ ഹോബി. അപ്പൊ വേറെ തന്നെ വർഷ പറയണം മൈ ഹോബി ഈസ് റീഡിങ്. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്. അപ്പൊ പിന്നെ വർഷയ്ക്ക് ഒരു മറുപടി പറയാൻ പറ്റില്ല. അല്ല, അടുത്ത ക്വസ്റ്റ്യൻ വരാണ് വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്. എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. അപ്പൊ വർഷ അടുത്തൊരു റീഡിംഗ് എന്ന് പറഞ്ഞത് കളവ് പറഞ്ഞാണ്. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പുസ്തകം വായിക്കുന്നുണ്ടാവും, പക്ഷെ റീഡിംഗ് ഒരു ഹാബിറ്റ് അല്ല, വെറുതെ ഒരു സ്റ്റൈലിൽ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്. അപ്പൊ വർഷ അടുത്ത നുണ പറയേണ്ടി വരും ഐ റീഡ് ഓട്ടോബയോഗ്രഫി. ഞാൻ ഓട്ടോബയോഗ്രഫികളാണ് വായിക്കുന്നത്. യെസ്. അപ്പൊ അവര് വേഗം 5-6 ഓട്ടോബയോഗ്രഫിയുടെ പേരുകൾ പറയും. എന്നിട്ട് പറയും ഹാവ് യു റെഡ് ഇറ്റ്. നിങ്ങൾ ഈ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം ഈ ഇരിക്കുന്ന ആളത് വായിച്ചിട്ടുണ്ടാവും. യെസ്. അപ്പൊ അതുകൊണ്ട് അതിന് എന്നോട് പറയാൻ പറ്റുക വായിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? വായിച്ചിട്ടില്ല സാർ. യെസ്. ഇപ്പൊ ലാസ്റ്റ് അവർ ചോദ്യം ചോദിക്കും നെയിം ദ ഓട്ടോബയോഗ്രഫി യു ഹാവ് റെഡ് ലാസ്റ്റ്. നിങ്ങൾ അവസാനം വായിച്ച ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയും. അപ്പൊ നമുക്കൊരു പേര് പോലും പറയാൻ പറ്റില്ല. യെസ്. അപ്പൊ റീഡിങ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ റീഡിങ് ഉണ്ടാവും. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം അവർ ഫ്രെയിം ചെയ്യുന്നത്. നിങ്ങളാണ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പറയും, ചോദിക്കുള്ളൂ. ഒരു സംഗതി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ചങ്ങോട്ട് കയറും. അപ്പൊ നമ്മളുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ അവിടെ കൊണ്ട് അത് തീർന്നു വിചാരിക്കരുത്. അതിന് സപ്ലിമെന്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഒരു മറുപടി നമ്മൾ പറയുമ്പോൾ അതിന് സപ്ലിമെന്ററി ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറയാനായിട്ടുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നുണ പറയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും. അപ്പൊ നേരത്തെ ഐ ഡോണ്ട് നോ ഷഹാന പറഞ്ഞതുപോലെ നമുക്ക് തോന്നും എന്ന് പറഞ്ഞ കളവ് അവർ കൈയോടെ പിടിച്ചു എന്ന് അവർക്ക് തോന്നും, നമുക്ക് തോന്നും. അപ്പൊ ജോലി കിട്ടില്ല എന്നൊരു ടെൻഷൻ വരും. അത് നമ്മുടെ അവർക്ക് പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ എപ്പോഴും ഒരു സപ്ലിമെന്ററി ചോദ്യങ്ങൾക്ക് ഇടം നൽകാൻ പറ്റാത്ത ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിംഗ് ആണ് നിങ്ങളുടെ ഹോബിയെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു മൈ ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് ഇഷ്ടം നോവൽ, ഐ റീഡ് നോവൽ. അപ്പൊ അത് വായിച്ചിട്ടുണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഗ്രാഹ്യം നമുക്കുണ്ടാവും. ഇന്നലെ നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി അല്ലേ വെഡിക്കേണ്ട രീതിയിൽ നമ്മൾ പെർഫോം ചെയ്ത് ചെയ്യാറുണ്ടല്ലോ. അവർ പറയും സെലക്ട് ഹെർ ഓർ സെലക്ട് ഹിം പറയും. യെസ്, അത് ഡെഫിനറ്റ് പറഞ്ഞിരിക്കും. അതായിരിക്കും നമ്മുടെ പെർഫോമൻസ്. ലോകം വളരെ മത്സരബുദ്ധിയോടുകൂടി പോവുകയാണ്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് പോയാൽ നമ്മളവിടെ ആരുണ്ടാവും. പറയാറില്ലേ ഡോക്ടറാവാൻ പഠിക്കൂ, നേഴ്സാവും. നേഴ്സാവാൻ പഠിക്കൂ, കമ്പൗണ്ടറെങ്കിലോ. കമ്പൗണ്ടറാവാൻ പഠിക്കൂ, രോഗിയാവും. ഒരു തമാശക്ക് പറയുന്നതാണ് എയിം നിയർ ദ സ്റ്റാർ then we can reach above the tree. നക്ഷത്രത്തിന്റെ അടുത്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് മരത്തിന് മുകളിലെങ്കിൽ എത്താം. യെസ്. അപ്പൊ ഈ ലക്ഷ്യം എപ്പോഴും എവിടെയായിരിക്കണം? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഈ എറണാകുളം ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ 5ലും 6ലും പഠിക്കുമ്പോൾ തന്നെ IAS കോച്ചിങ്ങിന് പറ്റിയ രീതിയിലാണ് അവർ റെഡിയാക്കുന്നത്. അതിനെയും കൂടി കോച്ചിങ് കൊടുക്കണം.
അപ്പോ അവരുടെ മാതാപിതാക്കന്മാര് എത്ര ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്കത് പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്കുള്ള അറിവില്ലായ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം അതുപോലെ ആയതുകൊണ്ടാവാം ഇതൊക്കെ നമുക്ക് സംഭവിച്ചു. അപ്പൊ നമ്മളിപ്പോ മത്സരിക്കാൻ ഇറങ്ങുന്നത് ഏത് ലെവലിലോട്ടാണ്? ഇതേപോലെയുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളോടൊപ്പമാണ്. നിങ്ങളെ ഒരു സർക്കാർ ഓഫീസിൽ പോയി നോക്കുക. സർക്കാർ ഓഫീസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നവരിൽ ഒരു 80% ലേഡീസാണ്. നിങ്ങൾ ഏത് ഓഫീസിൽ വേണമെങ്കിലും പോയി നോക്കി. നിങ്ങളൊരു ബാങ്കിങ് സ്ഥാപനത്തിൽ പോയി നോക്കിക്കോ, അവിടെ ഉള്ളവരിൽ പകുതി കൂടുതൽ ലേഡീസ് ആയിരിക്കും. യെസ്. കാരണം എന്താണെന്നറിയാം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് മെനക്കെട്ടിരുന്ന് പഠിക്കുന്നു. കുറെ പേര് ആ പഠിക്കുന്നവരോടാണ് നമ്മൾ മത്സരിക്കുന്നത്. യെസ്. അവര് ആ സമയം നമ്മളിപ്പോ ചില പ്ലാനിങ്ങുകൾ നമുക്ക് വേണം. നമ്മളിപ്പോ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം IAS കിട്ടിയ പെൺകുട്ടി പറഞ്ഞില്ലേ, 3 വർഷമായി അത് മൊബൈലുകൾ തൊട്ടിട്ടുണ്ട്. മൊബൈല് മാറ്റി വെച്ചിട്ട് പഠനം മാത്രമായിട്ട് ഞാൻ നടക്കുന്നു. അല്ല, അതാണ് എന്ത് പറയുന്നത്, ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം. 3 വർഷമായി ആ കുട്ടി മൊബൈൽ എന്ന് പറയുന്ന സാധനം മാറ്റിയിട്ടില്ല. ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു റിട്ടയർ ചെയ്ത ഒരു DGP, വളരെ നല്ലൊരു പണ്ഡിതനാണ്. ഈ ഒട്ടുമിക്ക വിഷയങ്ങളെ കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തുന്ന മനുഷ്യനാണ്. റിട്ടയർഡ് DGP ആണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഒരു സംഭാഷണത്തിൽ, ഒരു ഇത് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒപ്പം പരീക്ഷ എഴുതിയ IAS പരീക്ഷ എഴുതിയ ഒരാളുണ്ട്. അദ്ദേഹം 4 പ്രാവശ്യം പരീക്ഷ എഴുതി. അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ സുഹൃത്ത്. പക്ഷെ 4 പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടു പോയി. പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ ചെന്നിട്ട് IAS കോച്ചിങ്ങിന്റെ ക്ലാസ് തുടങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അവിടെ ധാരാളം കുട്ടികൾ പഠിക്കുകയും അവർക്ക് IAS കിട്ടുകയും ചെയ്തു. അപ്പൊ പിന്നീട് ഈ അലക്സാണ്ടർ ജേക്കബ് സാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. അപ്പൊ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അലക്സാണ്ടർ ജേക്കബ് അവരോട് ചോദിച്ചു, എടാ, നീ 4 പ്രാവശ്യം IAS എഴുതി തോറ്റവനല്ലേ, പിന്നെ നീ ഇപ്പൊ കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നത്? നീയാണോ കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നത്? അപ്പൊ അതിന് ആ സുഹൃത്ത് പറഞ്ഞ മറുപടി, തോറ്റപ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് കുട്ടികളെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പൊ തോറ്റവന്റെ ചരിത്രം നമ്മൾ, ജയിച്ചവന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജയിക്കാനായിട്ടുള്ള സൂത്രപ്പണി നമ്മൾ അറിയും. തോറ്റവന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് തോൽക്കാൻ സാധ്യത എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പൊ വിജയിച്ചവന്റെയും പരാജയപ്പെട്ടവന്റെയും ചരിത്രം നമ്മൾ അറിയും, അല്ലാണ്ട് വിജയിച്ചവന്റെ മാത്രമല്ല. അതായത് നമ്മൾ കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും ഫുൾ A+ കിട്ടിയവരല്ല. ഫുൾ A+ കിട്ടിയ എത്രയോ പേര് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. യെസ്, നിങ്ങളെക്കാളൊക്കെ എത്രയോ കഴിവുള്ള ആളുകൾ എങ്ങും എത്താണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ജീവിതത്തിലെ വിജയവും പരീക്ഷയിലെ വിജയവും രണ്ടിട്ടുണ്ടാണ്. പല സ്ഥലങ്ങളിലും ഈ SSLCക്ക് ഫുൾ A+ കിട്ടി കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ആ അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്നവരുടെ ഇടയിലുള്ള ചില മാതാപിതാക്കന്മാര് വിഷമിച്ചിരിക്കുന്ന കണ്ടത്. കാരണം അവരുടെ മക്കൾക്ക് ഫുൾ A+ ഇല്ല, വേറെ കുട്ടികൾ വാങ്ങിച്ചു പോകുമ്പോൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ജീവിതത്തിൽ വിജയിക്കുന്നത് അവരുടെ മക്കളായിരിക്കും. പരീക്ഷയിൽ വിജയിക്കില്ല, ജീവിതത്തിൽ വിജയിക്കുന്നത് അവരായിരിക്കും. അപ്പൊ അത് നിങ്ങൾ രണ്ടായിട്ട് തന്നെ കാണുക. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഫുൾ A+ കിട്ടിയില്ല, ഫുൾ A+ കിട്ടിയില്ല എന്നല്ല, അവർ ജീവിതത്തിൽ വിജയിപ്പിച്ചത്. യെസ്. അപ്പൊ അതിനും കൂടി നമ്മുടെയൊക്കെ ചില ആറ്റിറ്റ്യൂഡുകളും മനസ്ഥിതികളില്ലേ, അതൊക്കെ ഒന്ന് മാറണം. അതൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നിങ്ങൾ വേണമെങ്കിൽ പുറത്ത് ദേഷ്യപ്പെടുകയോ എന്ത്, പക്ഷെ ഇടയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ഒരാളിപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അപ്പൊ നമ്മൾ അവനോട് തർക്കിച്ചു. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ഇനി അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ,
എനിക്ക് എന്തെങ്കിലും അപാകത പറ്റി, അത് ഒരു ആത്മപരിശോധനയാണ്. നമുക്ക് എന്തറിയാം എന്നുള്ളതല്ല, എന്ത് നമുക്ക് അറിയില്ല എന്നുള്ളതും നമ്മുടെ വലിയൊരു ആത്മ. എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയുന്നതും അതും ഒരു അറിവില്ലായ്മയെ കുറിച്ച് അറിയുന്നത് വലിയൊരു അറിവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കണം. ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ഒറ്റയ്ക്ക് ഇത് ആലോചിച്ചാൽ മതി, ഇനി എനിക്ക് തെറ്റ് പറ്റിയതാണ്, എന്റെ പക്ഷത്താണോ തെറ്റ് എന്ന്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴുണ്ടല്ല നമ്മുടെ ക്യാരക്ടറിനൊക്കെ അതിന് വളരെ വ്യത്യാസം സംഭവിക്കും. വേറൊരാളോട് അവർക്ക് തെറ്റ് പറ്റിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും, ഇന്ന വശത്ത് നിനക്ക് തെറ്റ് പറ്റി, ഇന്നതാണത്. നമ്മളെപ്പോഴും ചില കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാവരോടും ചോദിക്കില്ല. ചില ആൾ, കാരണം അവർ കറക്റ്റായിട്ട് അഭിപ്രായം പറയും, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ചിലപ്പോൾ അവർ പറയുന്ന അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണമെന്നില്ല, പക്ഷെ ഞാനത് ഉൾക്കൊള്ളും. കാരണം എന്താണ്, അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അഞ്ചു പേര് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും എനിക്കിഷ്ടമുള്ള ഞാൻ എടുത്താൽ മതി, അതിൽ നിന്ന് എനിക്കിഷ്ടമുള്ള എടുത്താൽ മതി. യെസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സൗഹൃദ ബന്ധങ്ങളുണ്ട്. അല്ലാതെ നമ്മള് സുഖിപ്പിക്കുന്ന രീതിയാവില്ല. അപ്പോഴാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് രേഷ്മയോട് ചോദിച്ചാൽ അവൾ അത് കൃത്യമായിട്ട് പറയും എന്ന് പറയുമ്പോൾ രേഷ്മയോട് ചോദിക്കും. അതല്ലാതെ നിങ്ങൾ ഇന്ന കുട്ടീനോട് ചോദിച്ചാൽ അവൻ പറയും കൊള്ളാൻ നിൽക്കുന്നത് പറയുള്ളൂ. നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന കുട്ടിയോട് ചോദിക്കും. അത് നമുക്ക് നമ്മളെ കുറിച്ച് ഒരു അവയർനെസ്, അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ആത്മാഭിമാനം. നിങ്ങൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ സ്നേഹിക്കുക. എനിക്ക് പറ്റൂല, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട്, അതല്ല. നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ ആ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ആ വലത് കൈ കൊണ്ട് ഇടത് തോളത്ത് തട്ടിയിട്ട് പറയണം, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം എന്ന് പറയണം. നിങ്ങൾ നിസ്സാരക്കാരാണ്, എന്നെ കൊണ്ട് പറ്റൂലെന്ന് ചിന്തിക്കല്ലേ. നമ്മൾ അങ്ങനെ ചിന്തിച്ച് ആ ലെവലിലോട്ട് പോകില്ലേ. എനിക്ക് പറ്റും. ഇഫ് ഷീ ക്യാൻ, ഇഫ് ഹീ ക്യാൻ, വൈ ഡോണ്ട് ഐ? അവൾക്ക് തന്നെ പറ്റുമെങ്കിൽ, അവനതിന് പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? യെസ്, ഇങ്ങനെ ചിന്തിക്കും. എല്ലാവരും മനുഷ്യ മക്കളല്ലേ. അപ്പോ എല്ലാവർക്കും ഉണ്ട് കഴിവ്, നിങ്ങളിലും ഉണ്ടൊരു കഴിവ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ ഇംഗ്ലീഷ് അല്ലാത്ത ഒരു 10 വാക്ക് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് പറയണം മുഴുവൻ ഇംഗ്ലീഷ് ആയിരിക്കും. സ്കൂളിൽ പറഞ്ഞു അത് ഇംഗ്ലീഷാണ്, വിദ്യാലയങ്ങൾക്ക് മനസ്സിലോട്ട് വരില്ല, ഓഫീസ് അല്ല, എല്ലാം ഇംഗ്ലീഷാണ്. അപ്പൊ ഇത്രയും ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. യെസ്, നിങ്ങൾക്ക് അറിയാം എത്ര ഇംഗ്ലീഷ് വാക്കുകൾ. ഒരു 200 പേജിന്റെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം എഴുതിയാൽ ആ പേജിൽ ആ ബുക്കുകൾക്ക് തികയാൻ കഴിയും. അപ്പോ നിങ്ങൾ നല്ല കാലിബറുള്ള ആളുകൾ തന്നെയാണ്. എനിക്കൊന്നും പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്നുള്ള ചിന്തയെ അങ്ങോട്ട് പറഞ്ഞേക്കാം. എനിക്ക് പറ്റും, എനിക്ക് കഴിയും എന്ന ചിന്ത നമുക്ക് വരണം. എങ്കിലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. യെസ്, അല്ലാതെ നമ്മൾ മത്സരിക്കുന്നത് ഹൈലി കോമ്പറ്റന്റായ വേൾഡിലാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത വിജയം നേടണമെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം ഫിനിഷ് ചെയ്തില്ല. അതായത് നമ്മൾ തീരുമാനിച്ചു ഒരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും ഞാൻ എന്റെ മകളോട് പറഞ്ഞൊരു കേസാണ്. അവൾ 1-2 പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് പോറ്റാണ്ടിരുന്നു. അവളുടെ വിചാരം അവൾ വളരെ നന്നായിട്ട് പഠിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നിന്റെ ഈ ചിന്താഗതി മാറണം. അപ്പൊ പഠിക്കുന്ന ദിവസങ്ങളിലൊക്കെ വളരെ ശുഷ്കാന്തിയായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ അടുത്ത പിറ്റേ ദിവസമൊക്കെ റെസ്റ്റും കഴിഞ്ഞാൽ നോക്കണം. ഞാൻ പറഞ്ഞു ഇവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ്. നീ വിചാരിക്കണം എല്ലാ ദിവസവും 5 മണിക്കൂർ പഠിക്കണമെന്ന്. അപ്പൊ അന്നത്തെ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോയി, അപ്പൊ അന്ന് നോക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ചിന്തിക്കേണ്ടത് അപ്പൊ ഇന്നലെ കല്യാണത്തിന് പോയി ഇന്നലത്തെ പൊക്കോട്ടെ എന്നല്ല, ഇന്നലെ പോയ 5 മണിക്കൂറില്ലേ അത് അടുത്ത 2 ദിവസം കൊണ്ട് 10 മണിക്കൂർ പഠിച്ചത് കോമ്പൻസേറ്റ് ചെയ്യണം ചിന്തിക്കണം. നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ഇന്നലെ പോയി ഇന്നലെ കല്യാണം വരുന്നില്ല, അപ്പൊ ഇന്നലെ അത് പോയി. മിനിയെന്നാലും ബർത്ത്ഡേ, അന്ന് പഠിച്ചില്ല. പക്ഷെ അന്ന് പഠിക്കേണ്ട അന്നത്തെ 5 മണിക്കൂർ പഠിക്കേണ്ട 5 മണിക്കൂർ പിന്നീടുള്ള ദിവസങ്ങളിലെ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത്
അതും കൂടി ഇങ്ങോട്ട് കയറ്റിയെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ സ്റ്റഡി പഠനം കൺസിസ്റ്റന്റ് അല്ല നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ പഠനം കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അന്ന് പോവാതിരുന്നതിന് 3 മണിക്കൂർ, ആ 3 മണിക്കൂർ ഇന്നത്തേക്ക് കൂട്ടിപ്പിടിക്കുന്നുണ്ട്, അപ്പൊ ഇത്ര മണിക്കൂർ. യെസ്, അത് അങ്ങനെ നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് നമ്മുടെ പഠനം എന്താവുന്നത്, കൺസിസ്റ്റന്റ് ആവുന്നത്. അല്ലെങ്കിൽ സൗകര്യം ഉള്ളപ്പോൾ നമ്മൾ പഠിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു പക്ഷെ 3 മണിക്കൂറോ 4 മണിക്കൂറോ നിങ്ങളുടെ കുട്ടികളോ വായിച്ച് പഠിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പുസ്തകം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത്രയും നേരം കൊണ്ട് ഞാൻ എന്ത് പഠിച്ചു എന്നൊന്ന് ആലോചിച്ചു. വായിച്ചു എന്നുള്ളത് കറക്റ്റായിരിക്കും, എന്ത് പഠിച്ചു, യെസ് അതാണ് ഞാൻ പറഞ്ഞത്. വായിച്ചു എന്നുള്ളത് കറക്റ്റ്, പക്ഷെ എന്ത് പഠിച്ചു അവിടെയാണ്. അപ്പൊ നമ്മൾ ആ ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ പണ്ട് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. എൻ്റെ ഒരു സീനിയറായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. ഞാൻ പലപ്പോഴും അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ ആ കുട്ടിയെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. ബെന്നി എന്നായിരുന്നു ആ കൊച്ചിന്റെ പേര്. നമ്മുടെ വൈപ്പിൻ മേഖലയില് കർത്തേടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ പഠിച്ചിരുന്ന, അവിടെ നിന്നായിരുന്നു ആ കുട്ടിയുടെ ഒന്നിന്. ഈ ബെന്നി ഒരിക്കലും പുസ്തകം തുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പുസ്തകം തുറക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ല. പരീക്ഷയുടെ ആ പരീക്ഷയ്ക്ക് അന്ന് രാവിലെ ഒരു ഒറ്റ വായനയുണ്ട്, പക്ഷെ ക്ലാസ്സിൽ ഫസ്റ്റ് പുള്ളിയായി. എന്നാൽ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും പുള്ളിയുണ്ട്, പഠിക്കുന്ന കാര്യം മാത്രം ഞങ്ങൾ. അപ്പൊ ഞാനൊക്കെ ഒരു പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ദിവസം കുറെ സമയം മാറ്റി വെച്ച് കഷ്ടപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ പുള്ളി നല്ല ഉറപ്പമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. അല്ല, അപ്പൊ ചില ആളുകളുടെ ഐക്യു ഇല്ല, ആ ഇന്റലിജൻസ് അത് വളരെ കൂടുതലായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ഞാനൊരു പക്ഷേ 3 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് പുള്ളിക്ക് ഒരു പക്ഷേ ആ പരീക്ഷയുടെ തലേദിവസം നോക്കിയാൽ മതി, അല്ലെങ്കിൽ അന്ന് രാവിലെ ഒന്ന് ഒരു പുസ്തകം നിർബന്ധിച്ചിട്ട് പുള്ളിയൊരു മൂളലുണ്ട്, കൂടി കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴും അത് ഓക്കെ, ആ പേജങ്ങൾ മറിച്ചത് കഴിഞ്ഞു, അത് റെഡിയായി കഴിഞ്ഞു. യെസ്, അത്രയും ഇന്റലിജന്റ് ആയ ഒരു കുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്റെ ഒരു അനുഭവം വെച്ച് കഴിഞ്ഞാൽ. ചില ടാലന്റഡ് ആയിട്ടുള്ള ചില കുട്ടികൾ വരും. ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് കല എന്നായിരുന്നു. അത് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ അത് വലിയ കുട്ടിയല്ല, മക്കളൊക്കെ വലിയ കുട്ടിയാണ്. അപ്പൊ അത് നമുക്കൊരു 5 അക്ക സംഖ്യ, ഒരു 5 അക്ക സംഖ്യ മുകളില് ഒരു 5 അക്ക സംഖ്യ അടിയിൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് അതിന്റെ ഈ 10 വിരൽ ഇങ്ങനെ ഒന്ന് പതിച്ചു വെച്ചിട്ട് ഒരു മനക്കണക്കുണ്ട്. ആ മനക്കണക്ക് പറഞ്ഞിട്ട് ആൻസർ ആദ്യം പറയും, ഇതാണ് സാർ അതിന്റെ ആൻസർ. യെസ്, അത് ഗുണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഈവൻ നമുക്കൊരു 3 ഡിജിറ്റുള്ള സംഖ്യ മുകളിലും 3 ഡിജിറ്റുള്ള സംഖ്യ അടിയിലും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. യെസ്, ഇതങ്ങനെയല്ല, ആ വിരലുകൾ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇതാണ്. ഞാൻ പറയില്ലേ, ചില ആളുകൾക്ക് ഒരു ടാലന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആ കുട്ടിയുടെ ടാലന്റ് എന്താണ് കിടക്കുന്നത്. യെസ്, നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ടാലന്റ്. ആ ടാലന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടാനായിട്ട് സാധിക്കും. ഒരിക്കലേ ചെറിയ ഞാൻ പറഞ്ഞതാണെങ്കിൽ സാറത് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തോളാം. യെസ്, പല പല ക്ലാസ്സുകളുടെ പേരിൽ എവിടെയാണ് പറഞ്ഞത് ഞാൻ മറന്നുപോകും. യെസ്, അപ്പൊ സംഭവം ഇതാണ്. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഐ ടെൽ യു എവറിത്തിങ് ഇൻ മൈ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക്, അതായത് നിങ്ങൾ രക്ഷപ്പെടും. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും. ഞാൻ ഒരു മതവിശ്വാസിയല്ല, പക്ഷെ ഞാനൊരു ഈശ്വരവിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, രക്ഷപ്പെടാനായിട്ടുള്ള ചാൻസ് എല്ലാവർക്കും ഈശ്വരൻ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കും. ഞാൻ ഒരുപാട് ആളുകളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലൊരു അവസരം എൻ്റെ കയ്യിൽ വന്നതാണ്, ഞാൻ അന്നേരത്ത് വെള്ളം വെച്ചുകൊണ്ട്. അപ്പൊ രക്ഷപ്പെടാനായിട്ടുള്ള അവസരം കിട്ടാത്ത ആരുമില്ല. ആ കിട്ടിയ അവസരം അവരെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കാര്യം. യെസ്, അപ്പൊ രക്ഷപ്പെടാനായിട്ടുള്ള നിങ്ങൾ കഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും, അവസരം നിങ്ങളെ തേടി വരും. യെസ്, അത് കറക്റ്റ് ആയിട്ട് അതുപോലെ വരും. ഞാനൊരു അനുഭവം കൂടി പറയാം.
വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നത്തെ ക്ലാസ് ഈ മോട്ടിവേഷനിൽ പോയിട്ടോ, വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഞാൻ പറഞ്ഞതാണെങ്കിൽ പറഞ്ഞാൽ മതി, വർഷങ്ങൾക്ക് മുമ്പ് 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്, 98-ന് മുമ്പ് ഞാൻ കുറച്ച് കുട്ടികളുമായിട്ട് അതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതിരപ്പള്ളി വാഴ്ച. അപ്പോ വർഷങ്ങൾക്ക് മുമ്പാണ്, 1998 മുമ്പാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. യെസ്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വേറെ സാറുമാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോവുകയാണ്. അപ്പൊ അവിടുത്തെ ഒരു പേല കോളേജ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് കോളേജിൽ പോയതാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇറങ്ങി. ആ സിനിമയുടെ ഷൂട്ടിംഗ് അഭിനയിക്കുന്നത് മിഥുൻ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു നടനാണ്. യെസ്. അപ്പോ ഇന്നത്തേത് പോലെയല്ല അന്ന് ഇതൊക്കെ വല്ലപ്പോഴും ഇല്ല കാണാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ആർക്കും വെള്ളച്ചാട്ടം കാണണമെന്നില്ല, ഷൂട്ടിംഗ് ഉണ്ടാവും. ഒരു സ്റ്റെൻഡ് സീനാണ് അവരവിടെ പിടിക്കുന്നത്. അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ നോക്കിയിരുന്നു. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ഷോളേറെ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് താല്പര്യമില്ല, അവർക്ക് ഇത് കണ്ടാൽ മതി. ഓക്കെ. ഒരു നേരിയ മഴ പെയ്യുന്ന സമയമായിരുന്നു, സെപ്റ്റംബർ മാസം വരുന്നത് ഞാൻ ഓർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ തിരിച്ചു വരികയാണ്. ആ പഴയ വഴി കൂടി തന്നെ അതിരപ്പള്ളി, ഇട്ടിയാനി ആ ഭാഗത്തൂടെയൊക്കെ ഞങ്ങൾ വണ്ടികൾ മടങ്ങി തിരിച്ചു വരികയാണ്, കുട്ടികളൊക്കെ പട്ടക്കപ്പാടി വരെയാണ്. അപ്പൊ ഷൂട്ടിംഗ് കണ്ടപ്പോ എനിക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓ ഇവിടെയൊക്കെ വല്ല ജോലി കിട്ടിയാൽ എന്ന് ഷൂട്ടിംഗ് ആയിരുന്നു. പക്ഷെ അന്ന് ഇന്നത്തേത് പോലെ കേട്ടോ, അന്ന് ഇതൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ഇന്നിപ്പോ ആരും മൈൻഡ് ചെയ്യില്ല, അന്ന് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നീട് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓർഡറുമായിട്ട് ഞാൻ ചാലക്കുടിയിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സാലറി മാത്രമാണ് ഇവിടുന്ന്, ജോലി അതിരപ്പള്ളിയിലാണ് എന്ന്. യെസ്. അപ്പോ പിന്നീട് അതിരപ്പള്ളിയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പറയാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോ പിന്നീട് പല ഷൂട്ടിങ്ങുകളൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവിടെ ഒന്ന് വരാൻ, ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. കറക്റ്റ് അവിടെ തന്നെ ഞാൻ ആദ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അതിനു വേണ്ടി മെനക്കെടുകയും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ മാണിക്യമാണെങ്കിൽ, നിങ്ങൾ കിടക്കുന്നത് റോഡ് സൈഡിലാണെങ്കിലും നിങ്ങളെ എടുത്തിട്ട് ഷോക്കേസിൽ കൊണ്ടുവെക്കും. കാരണം മാണിക്യം വില കൂടിയതാണ്, അത് അവിടെ കിടക്കേണ്ട ഐറ്റമല്ല. അത് തന്നെ ഞാൻ നിങ്ങൾ കഴിവുള്ളവരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് റാഞ്ചി കൊണ്ടുപോകും. യെസ്. ഇന്നൊരു കാര്യം ചെയ്യാൻ അനൂഷയ്ക്കേ പറ്റൂ, അനൂഷയെ കൊണ്ട് ഇത് സാധിക്കൂ എന്ന് വരുമ്പോഴാണ് അനൂഷയുടെ മൂല്യം ഉയരുന്നത്. പിന്നെ അനൂഷ പറയുന്നതാണ് അനൂഷയുടെ സാലറി. അതിന് നിങ്ങളെ പ്രാപ്തരാകുമെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് നിങ്ങളതിനെ വിളിക്കണ്ടേ. യെസ്. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഹ്യൂമൻ മാനേജ്മെന്റ്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ടാലന്റ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ യു ഡെപ്പോസിറ്റ് ഇൻ യുവർസെൽഫ്, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ പെടും, അത് ആഷിക്കിനെ വിളിക്കുക, ആഷിക്കിനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നിടത്താണ് നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. യെസ്. കാരണം ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില ആളുകൾ വിളിക്കാറില്ലേ, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് അത് പറ്റുള്ളൂ നമ്മൾ പറയാറില്ലേ. കാരണം എന്താണ്, അതിൻ്റെ അകത്ത് അദ്ദേഹം എക്സ്പെർട്ട് ആയതുകൊണ്ടല്ലേ. അതാണ് നിങ്ങളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ബി ക്വാളിഫൈഡ്, ഹൈലി ക്വാളിഫൈഡ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. യെസ്. അതിന് നമുക്കെന്ത് വേണം, ഡെസ്പാകരുത്. മനസ്സിന്റെ ബലമുണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്തരുത്. ബി കോൺഫിഡന്റ് ഓൾവേസ്. പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരും. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ലൈക്ക് എൻ അംബ്രല്ല, ഒരു കുട പോലെയാണ്. അംബ്രല്ല cannot stop rain, but if you have an umbrella you can stand in the rain. അംബ്രല്ലക്ക് ഒരിക്കലും മഴ നിർത്താൻ പറ്റില്ല, പക്ഷെ അംബ്രല്ല ഉണ്ടെങ്കിൽ മഴയത്ത് നമുക്ക് നിൽക്കാം. ആ മഴയത്ത് നിൽക്കാനുള്ള അംബ്രല്ല എന്ന് പറയുന്നത് കോൺഫിഡൻസ്. തളരാതെ നമുക്ക് നിൽക്കാൻ പറ്റും. നിങ്ങൾ ഏത് വിജയിച്ച മനുഷ്യനെ വേണമെങ്കിൽ എടുത്ത്, every successful person has a painful story.
ഇന്ന് നമ്മൾ സിനിമയെ കാണുന്നത് ഇവരൊക്കെ ഒരു സുപ്രഭാത ദുൽഖർ മാത്രമേ മമ്മൂട്ടിയുടെ മകനായതിന് വലിയ ചാൻസ് കിട്ടിയിട്ടുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കാം. പക്ഷെ മമ്മൂട്ടിക്കില്ല. യെസ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും വിജയത്തിന്റെ പിന്നിൽ ഒരു പെയിൻഫുൾ സ്റ്റോറി കിടപ്പുണ്ട്. യെസ്, ഒരു പെയിൻഫുൾ സ്റ്റോറി. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് 1967 or 63 മദ്രാസില് ഒരു ഗാനത്തിന്റെ ചിത്രീകരണം നടക്കുക. ആ ഗാനത്തിന്റെ ചിത്രീകരണത്തില് പാടാനായിട്ട് റെക്കോർഡ് സ്റ്റുഡിയോയിൽ പാടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ് ഉദയഭാൻ. അന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഗായകനാണ്. അപ്പൊ അദ്ദേഹം അവിടെ നിൽക്കുന്നു, പാടാനായിട്ട് നിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് പാട്ട് പാടാനായിട്ട് തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് സുഖമില്ല, പാടാൻ പറ്റണില്ല. 2 പ്രാവശ്യം നോക്കിയെങ്കിലും പറ്റിയില്ല. ഇന്നത്തെ കാലഘട്ടം അന്നത്തെ കാലഘട്ടം. അപ്പൊ അന്ന് ഒരു പക്ഷെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേ ഇൻസ്ട്രുമെന്റ്സും ഇതേ ആൾക്കാരൊക്കെ വീണ്ടും വരണം. ഇന്നാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. വയലിനിസ്റ്റ് വന്നില്ലെങ്കിൽ സൗകര്യം പോലെ വരുമ്പോൾ അത് വായിച്ചത് കേൾക്കാൻ പറ്റും. അന്ന് അത് സാധിക്കുമായിരുന്നില്ല ആ അവസ്ഥ. അപ്പൊ വേറെ പറഞ്ഞൊരു കാര്യം ചെയ്യും, പുറത്തൊരു പുതിയ പയ്യനുണ്ടല്ലോ, അപ്പൊ ആ പയ്യനെ കൊണ്ട് പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇങ്ങനെ വന്ന് പുറത്ത് നിൽക്കുന്ന പയ്യനോട് പറഞ്ഞു വന്ന് പാട്ട് പാടി വെക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, കാരണം ഇത് ഉദയഭാനു സാറ് പാടാൻ വെച്ചിരുന്ന പാട്ടാണ്. അപ്പൊ അത്രയും വലിയ പ്രശസ്തനായ ഗായകൻ പാടുന്ന പാട്ട് ഞാൻ പാടില്ല, അതിന്റെ പറ്റി ഞാനില്ലാതെ പോലെ അദ്ദേഹം ഒഴിഞ്ഞുപോയി. അവസാനം ഈ ഉദയഭാനു തന്നെ വന്നിട്ട് ഈ പയ്യനോട് പറഞ്ഞു മോനെ നീ പാടി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ കയറി പാടി. ആ പാട്ട് ജോബ് മാസ്റ്റർ സംവിധാനം, എന്റെ പേര് തന്നെയാണ് അത്, കാരണം അദ്ദേഹം എന്നെ മ്യൂസിക് പഠിപ്പിച്ചിട്ടുണ്ട്. ജോബ് മാസ്റ്റർ കളമശ്ശേരി മരിച്ചുപോയ അദ്ദേഹം ഇത് ചെയ്ത സംഗീത സംവിധാനം ചെയ്ത റോസി എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലിയാമ്പൽ കടവിൽ എന്ന അരക്കുവെള്ളം എന്നുള്ള പാട്ടായിരുന്നു. ആ പാട്ട് പാടി അന്നത്തെ പയ്യനാണ് KJ യേശുദാസ്. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലെ പല അവസരങ്ങൾ നമ്മളെ തേടി വരും. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പിന്നെ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക, അവിടെ നമ്മുടെ മിടുക്കാണ്. യെസ്, അത് പിന്നെ അത് തിരിഞ്ഞ് താഴേക്ക് പോകാതെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അഹങ്കാരം കൊണ്ട് നശിപ്പിച്ച് കളയല്ല, അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. യെസ്, എത്രയോ പേര് സ്റ്റാറായിട്ട് വന്നിട്ട് ഒന്നും അല്ലാണ്ടായി പോയിട്ടുണ്ട്. എത്രയോ പേര് ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. യെസ്, അത് നമ്മുടെ ഒരു കഴിവാണ്. നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോ നിങ്ങളെ തേടിയും വലിയൊരു അവസരം വരും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. യെസ്, സ്വപ്നം കാണുന്ന അവസ്ഥയിലോട്ട് നിങ്ങളും വരും. നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കും. അത് 100% ഉറപ്പാണ്. യെസ്, ഞാൻ അത് 100% വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് ദൈവം ഈശ്വരനത് കാണാതിരിക്കില്ല. നിങ്ങൾക്കൊരു ചാൻസ് ഇട്ട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടെത്തുന്നിടത്താണ് നിങ്ങളുടെ വിജയം. അത് കണ്ടെത്തുകയും ആ കണ്ടെത്തുന്ന ചാൻസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം. യെസ്, അഹങ്കരിക്കാതെ വളരെ നല്ല രീതിയിൽ നമ്മൾ പോയാൽ അതെല്ലാം നിങ്ങൾ തേടിയെത്തുമെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇന്ന് നമ്മള് ഈ വക കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനിത് പറഞ്ഞത് മുഴുവനും എന്റെ അനുഭവത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ആം സാറ്റിസ്ഫൈഡ് ഇൻ മൈ ലൈഫ്. കാരണം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ജീവിക്കുന്ന ഉദാഹരണമാണ്. എനിക്ക് 5 PSC ജോലികൾ കിട്ടിയിട്ടുണ്ട്. 5. അലോകത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ 4 ഇപ്പൊ എങ്കിലും ഞാൻ ഒരു ഇതിന്റെ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കും. അവര് ചിലപ്പോ പരീക്ഷയിലെ PSC പരീക്ഷ വരുമ്പോൾ ഞാൻ കാണിച്ചു, ഇത് കണ്ട, ഇത് എനിക്ക് കിട്ടിയതാണ്. പക്ഷെ ഇന്നത്തെ പോലെ സെറ്റപ്പ് ആയിട്ടില്ല, അന്ന് വേറൊരു മോഡലായിരുന്നു. ഇന്നത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട്, പക്ഷെ അന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, വേറൊരു മോഡലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മെനക്കെട്ടാൽ അവസരം, ഇതൊന്നും ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അതെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ എവിടെയോ ഉള്ളൊരാള് അവൻ രാത്രിയെ പകലാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയും, അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ
ഈ നമുക്കറിയില്ലേ ഈ ഏറ്റവും മികച്ച കളിക്കാരൻ, അപ്പോൾ നമ്മള് എന്താ അദ്ദേഹത്തിന്റെ പേര്, ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരന്റെ പേര് എന്താണ്? റൊണാൾഡോ. യെസ്. ഓക്കെ ഓക്കെ, മെസ്സി മെസ്സി ഓക്കെ മെസ്സി. ആ മെസ്സിനെ കുറിച്ച് മെസ്സി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവന്റെ കാലിന് നീളം കുറവായിരുന്നു. അത് ഫുട്ബോൾ. ഓക്കെ ഓക്കെ, ഇത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ കാലിന് നീളം കുറവായിരുന്നു. അത് കാലിന് നീളം കുറവായതുകൊണ്ട് കുഞ്ഞിക്കാല എന്ന് വിളിച്ച് കളിയാക്കി കഴിഞ്ഞിട്ട് പുള്ളി ഈ പയ്യൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ഗ്രാൻഡ്മയോട് പരാതി പറയും, ഞാൻ സ്കൂളിൽ പോകുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൂട്ടുകാരെ കളിയാക്കുന്നു, എന്റെ കാലിതൊക്കെ നീളം കുറവാണ്, അതുകൊണ്ട് എന്നെ കൂട്ടുകാരെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോയതാണ്. ഗ്രാൻഡ് അവനെ ആശ്വസിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇതേ ആളെയാണ് നമ്മൾ മെസ്സി എന്ന് വിളിച്ചത്. യെസ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയ, നിങ്ങളെ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. യെസ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ മെസ്സി എന്ന് പറയുന്ന കളിക്കാരന്റെ കളി നമ്മൾ അത്ഭുതത്തോട് നോക്കുമ്പോൾ എത്രയോ ദിവസങ്ങളിൽ, വർഷങ്ങളിൽ പരിശീലനം അയാൾ നേടിയിട്ടുണ്ട്. യെസ്. അടുത്ത വേൾഡ് കപ്പിനുള്ള കളിക്കേണ്ട ആൾക്കാരൊക്കെ പരിശീലനത്തിലായിരിക്കുള്ളൂ. അപ്പൊ എത്രയോ കഠിനമായ വർഷങ്ങളിലെ പരിശീലനം കൊണ്ടാണ് നമ്മുടെ മുന്നിൽ അയാൾ പെർഫോം ചെയ്യുന്നത്. യെസ്. അപ്പൊ ഹാർഡ് വർക്ക്, ദാറ്റ് ഈസ് എ മസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ ചിന്തിക്കുക. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഒരെണ്ണത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ സംഗതിയോ എന്താണോ അത്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും, അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്പെർട്ട്, അതിൻ്റെ എക്സ്പെർട്ട് ആവുമ്പോൾ കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് എക്സ്പെർട്ട് ആവാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്പെർട്ട് ആവും. യെസ്. അപ്പോ ഇന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇന്ന് ഇവ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരാള് സാറിന്റെ PSC അനുഭവം പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഇതുകൊണ്ട് പോയത്. ഞാനൊരു 5 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നിർത്തിയിട്ട് ടെൻസിലോട്ട് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് വിശദമായിട്ട് ഇതിനെ ഡിസ്കസ് ചെയ്യാം. സോ okay, yes, my mom is a big example for me. Okay, like this. Yes, correct ആയിരിക്കും. എന്റെ അമ്മയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു വിഷയം തരും, ഇപ്പോഴാണ് അദ്ദേഹം വെറുതെ പറഞ്ഞാൽ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹു ഈസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? നിങ്ങൾ കണ്ടിട്ടുള്ള വലിയ മഹാത്മാഗാന്ധിയോ നെഹ്റുവോ അങ്ങനെ ഇങ്ങനെ ഒന്നും പോകണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള റോൾ മോഡൽ. അപ്പൊ ചില ആളുകൾ പറയും, മൈ റോൾ മോഡൽ ഈസ് മൈ ഫാദർ, മൈ റോൾ മോഡൽ ഈസ് മൈ മദർ. എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ. യെസ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും നമ്മുടെ ഒരു നോട്ടത്തിൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തോന്നുന്നവർ നമുക്കുള്ള സർക്കിളിനുള്ളിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ ആരെയാണ്, അവരെ കുറിച്ച് ഒരു 5 വാചകം പറയാനായിട്ട് നമുക്ക് വരും. അപ്പൊ നമുക്ക് പറയാം, ഞാനിപ്പോ ഇവിടെ കുട്ടി എഴുതി കാണിച്ചു, മൈ റോൾ മോഡൽ, മൈ എക്സാമ്പിൾ ഈസ് മൈ മദർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. അതുകൊണ്ട് പറഞ്ഞതാണ്. സോ വൺസ് അഗെയിൻ വിഷ് ഓൾ ദി ബെസ്റ്റ്. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോൾ സാറേ ഞാൻ ഇന്ന സ്ഥലത്താണ്, ഈ ലെവലിലെത്തി എന്ന് പറയാനായിട്ട്. യെസ്. കാവ്യാണ് പറഞ്ഞത് വളരെ ഒരുപക്ഷെ കുറച്ച് പേർക്ക് ഗുണകരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഒക്കെ വെച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള. യെസ്. ശ്രീജ പറയുന്നു, മൈ റോൾ മോഡൽ ഈസ് മൈ സെൽഫ്. യെസ്, വെരി ഗുഡ് ശ്രീജ. യെസ്. ഓക്കെ. അപ്പൊ ജീവിതത്തിൽ വിജയിക്കാം. ഓക്കെ കാവ്യ. യെസ്. ഓക്കെ. താങ്ക് യു ഫോർ യുവർ കമന്റ്, കോംപ്ലിമെന്റ്. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് മുഴുവനും എന്റെ ജീവിതത്തിന്റെ ഇത് വെച്ചിട്ടാണ്. നിങ്ങളെ പോലെ എല്ലാം ജോലിയൊക്കെ അന്വേഷിച്ച് നടന്ന ഒരു ഭാര്യവും കൗമാരവും യൗവനവും എല്ലാം എനിക്കുണ്ട്. യെസ്. ജീവിതത്തെ വളരെ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ജീവിതത്തിൽ നോക്കി കണ്ട ഒരു കാലഘട്ടങ്ങളിലെ കൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. യെസ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികളുടെ ഇത് കാണുമ്പോൾ അവരുടെ യെസ്. ഓക്കെ മോൻസി, അവരുടെ ആ
അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആ ലെവലില്ലേ അത് കുറവാണ്. ആ കഷ്ടപ്പെടുന്ന ലെവലില്ലേ അതിന്റെ ആഴ് നമ്മൾ കുറച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയും മതി വിചാരിക്കും. പക്ഷെ ഉണ്ടല്ലോ വേറെ ആളുകൾ, ഞാൻ അതിനകത്ത് എക്സ്പെർട്ടായിട്ട് പറയാം, തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള കുട്ടികൾ, ആ കുട്ടികളാണ് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ, കാരണം മിക്ക സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ഓഫീസിന് തിരുവനന്തപുരം കൊല്ലം ഭാഗം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് കണ്ണിങ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോ, ഈ ഇരിക്കുന്ന തന്നെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ളവരുടെ വളരെ കൃത്യമായിട്ട് അവരുടെ പഠനം. യെസ്, നമ്മൾ ബാക്കിയുള്ളവർക്ക് പഠിക്കുന്നുണ്ടാവും, പക്ഷെ സിസ്റ്റമാറ്റിക് ആവണ്ടേ. അപ്പൊ നിങ്ങളുടെ പഠനങ്ങൾ സിസ്റ്റമാറ്റിക് ആവട്ടെ, ജീവിതത്തിൽ വിജയം നേടിയിട്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കുകയോ ചെയ്യുക. യെസ്, ഓക്കെ, യു വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ കാവ്യ, അപ്പൊ കാവ്യയുടെ ചോദ്യമാണ് ഇവിടം വരെ എത്തിച്ചത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ.